ഹലോ ഗുഡ് ഈവനിങ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ക്യു എയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിപ്പം SSC ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, RRB, PSC ഇതുപോലുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആ ക്വസ്റ്റ്യൻസിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായി പോകുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കിയാലോ? ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A sum of rupees 10,000 is invested at the rate of 8% per year for 12 months. What is the compound interest if interest is compounded half yearly? Okay. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10,000 എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അറ്റ് ദ റേറ്റ് ഓഫ് 8% ആണ് പറഞ്ഞിരിക്കുന്നത് പെർ ഇയർ ഫോർ 12 മന്ത്സ്. ഓക്കെ, അതായത് 10,000 നമ്മൾ പ്രതിവർഷം, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്, 12 മാസത്തേക്കാണ് അത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. എങ്കിൽ വാട്ട് ഈസ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൂട്ടുപലിശ അല്ലേ. അതായത് കൂട്ടുപലിശ, അതായത് ഒരു എന്താ പറയുന്നത്, ഹാഫ് ഇയർലി ആകുമ്പം, അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഹാഫ് ഇയർലി ആകുമ്പം അത് കൂട്ടുകയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്കിവിടെ തന്നിട്ടുള്ളത് ഹാഫ് ഇയർലി ആണ് കേട്ടോ, ഹാഫ് ഇയർലി ആണ്. സോ അത് നമ്മൾ നോട്ട് ചെയ്യണം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്കിതിനെ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ എന്താണ്, നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്, എന്താ വരുന്നത് നമുക്ക് നോക്കാമല്ലോ അല്ലേ. ഇവിടെ തന്നിട്ടുള്ള സം എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എമൗണ്ട്. ഓക്കെ, എമൗണ്ട് ഈസ് ഈക്വൽ ടു എന്ത് വരും, പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സമ്മ് തന്നെയാണ് കേട്ടോ. പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. പി ഇൻറ്റു 1+R/100 ദ ഹോൾ റേസ് ടു n. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എ എന്ന് പറയുന്ന എമൗണ്ട്, അതായത് നമ്മൾ ആദ്യം ഈ 10,000 ഇൻവെസ്റ്റ് ചെയ്തു, പിന്നീട് എന്താണ്, പലിശയും കൂടെ ചേർത്ത് ഫൈനൽ ഒരു എമൗണ്ട് എത്തുമല്ലോ അല്ലേ. മൊത്തത്തിലുള്ള ആ ഒരു തുകയാണ് നമ്മൾ എമൗണ്ട് ആയിട്ട് പറയുന്നത്. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഈ 10,000 ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. ഓക്കെ, ആർ എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, അത് ഇവിടെ എത്രയാ, 8% എന്ന് തന്നിട്ടുണ്ട്. എൻ എന്ന് പറയുന്നത് 12 മന്ത്സ് ആണ്. ഓക്കെ, 12 മന്ത്സ് എന്ന് പറയുമ്പോൾ 1 ഇയർ ആണ് തന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഹാഫ് ഇയർലിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നേ, ക്ലിയർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതായത് ഇവിടെ ടൈം എന്ന് പറയുന്നത് എന്താ തന്നിട്ടുള്ളത്, ടൈം എന്ന് പറയുന്നത് നമുക്ക് എത്രയാ തന്നിട്ടുള്ളത് നോക്കിക്കേ. ഇവിടെ ടൈം 12 മന്ത്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 12 മന്ത്സ് ആണ് നമുക്ക് ടൈമായിട്ട് തന്നിരിക്കുന്നത്, ആണല്ലോ. ഇനി നമുക്കിതെങ്ങനെ ചെയ്യാൻ പറ്റും? ഓക്കെ, എ ഈക്വൽ ടു പി ഇൻറ്റു 1+R/100 ദ ഹോൾ റേസ് ടു n ആണ് അല്ലേ. n എന്ന് പറയുന്നത് ആ എത്ര തവണ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് സൈക്കിൾസ് ആണ്. R എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇവിടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ, അതായത് ഫൈനൽ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഹാഫ് ഇയർലി എന്ന് പറയുമ്പം നമ്മളിവിടെ റേറ്റ് എന്താകും, റേറ്റ് എന്ന് പറയുന്നത് ഹാഫ് ആയിട്ട് മാറും. ഓക്കെ, അതായത് 8 ആയിരുന്നു, സോ 8/2 ആയിട്ട് മാറും, അതായത് 4% എന്ന് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇനി നമ്മൾ 4% വെച്ചിട്ടേ നമ്മൾ ചെയ്യാവൂ. ഓക്കെ, കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇയർ എന്ന് പറയുന്നത്, ടി എന്ന് പറയുന്നത് 12 മന്ത്സ് അല്ലേ കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 12 മന്ത്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 12 മന്ത്സ് എന്ന് പറയുന്നത് കോമ്പൗണ്ടഡ് 2 ടൈംസ് ആവും, അതായത് n ഈക്വൽ ടു നമുക്ക് എന്ത് വരും, 2 എന്ന് വരും. ഓക്കെ, അതായത് 6 മന്ത്സ് 6 മന്ത്സ് ആയിട്ട് എടുക്കും. പറഞ്ഞ മനസ്സിലായി, അപ്പോൾ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എമൗണ്ട് എന്തായിരിക്കും കിട്ടുന്നത്, എമൗണ്ട് ഈസ് ഈക്വൽ ടു 10,000 ഇൻറ്റു അല്ലേ 1+R എന്താ വരുന്നത്, 4 ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, നമ്മൾ കൊടുത്തു. ഇനി എന്താ കിട്ടുന്നത്,
10,000 ഇൻറ്റു സോൾവ് ചെയ്യുമ്പം നമുക്ക് എന്ത് വരും 25 എന്ന് വരും. സോ 1 + 25 എന്ത് വരും 26 ഡിവൈഡഡ് ബൈ 25 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് 10,000 ഇൻറ്റു 26 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 26 ഡിവൈഡഡ് ബൈ 25. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 25 കൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും 400 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും നമുക്ക് 25 കൊണ്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അതായത് 5 കൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ 80 എന്നും ഇവിടെ നമുക്ക് 5 എന്നും കിട്ടും. വീണ്ടും നമ്മൾ ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തും കിട്ടുമ്പം 10,816 എന്ന് കിട്ടും. അതായത് എമൗണ്ട് 10,000 ഇൻവെസ്റ്റ് ചെയ്തപ്പം ആഫ്റ്റർ, അതായത് എന്താണ് 2 ടൈംസ് അല്ലേ, കോമ്പൗണ്ട് 2 ടൈംസ് ആണ്. കോമ്പൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ് 10,860 ആണ്. അതായത് നമ്മുടെ പ്രിൻസിപ്പിൾ എത്രയായിരുന്നു, പ്രിൻസിപ്പിൾ 10,000 ആയിരുന്നു. അപ്പം നമ്മുടെ എമൗണ്ട് എത്ര കിട്ടി നമുക്ക് 10,860. ഇത് ഫൈനൽ ആണ്, ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് കാണാമല്ലോ. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണല്ലേ. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നത് 10,860 മൈനസ് 10,000 എന്ന് വരും. അപ്പം നമുക്ക് എന്ത് കിട്ടും 816 എന്ന് കിട്ടും. ഇതെന്താണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പം ഇതെന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് മെത്തേഡ് 1 ആണ് കേട്ടോ. മെത്തേഡ് 1 ആണ് ഇപ്പം നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്തൊരു മെത്തേഡ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറെ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് കുറച്ചും കൂടി സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കും അല്ലേ. നമുക്ക് എക്സാംസിന് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഈ ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യാതെ, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇക്വേഷൻസ് യൂസ് ചെയ്യാതെ നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു മെത്തേഡാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ഇവിടുത്തെ നമ്മൾ റേറ്റ് എപ്പോഴും മുമ്പേ കണ്ടുപിടിച്ച പോലെ തന്നെ റേറ്റ് നമുക്ക് വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ. റേറ്റ് നമ്മൾ എന്താ എടുക്കുന്നത്, R = എന്ത് വരും 8/2, 4% ആയിട്ട് തന്നെയാണ് റേറ്റ് എടുക്കുന്നത്. ആൻഡ് നമ്മുടെ ടൈം എന്ത് വരും, ടൈം എന്ന് പറയുന്നത് 2 ടൈംസ് ആയിട്ട് വരും. ഓക്കെ, അതായത് 6 മന്ത്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പം റേറ്റിനും ടൈമിനും ഹാഫ് ഇയർലി ആകുമ്പോൾ റേറ്റിനും ഇയറിനും വ്യത്യാസം വരും, ടൈമിനും വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ 4% ആയതുകൊണ്ട് പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്കിവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പലിശയ്ക്ക് മുകളിൽ പലിശയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, 4%-നെ നമുക്ക് എങ്ങനെ എഴുതാം 4% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും 4/100 അല്ലേ. 4/100 4/100 എന്ന് പറയുമ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1/25 എന്ന് വരും. ഓക്കെ, 1/25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. 25 ആണ് നമ്മൾ പ്രിൻസിപ്പിൾ ആയിട്ട് എടുക്കേണ്ടത്. അപ്പം നമുക്ക് എമൗണ്ട് എത്ര കിട്ടും, ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പിൾ ആണല്ലോ, അപ്പോൾ 26 ആണ് നമുക്ക് എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ നമ്മൾ 2 ടൈംസ് ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കോമ്പൗണ്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ എന്ത് ചെയ്യാം 25 ആണ്. ആദ്യത്തെ വർഷം 25, അതായത് 6 മന്ത് ആയിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ 25 ആണെങ്കിൽ എമൗണ്ട് എന്ത് വരും 26 ആണ്. അടുത്തൊരു വർഷവും കൂടെ ആകുമ്പോൾ എന്താ കിട്ടുക, അടുത്ത വർഷം എന്ന് പറയുമ്പോൾ 25 × 25, അതായത് 25ന്റെ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും 625 എന്ന് വരും. എമൗണ്ട് ആകുമ്പോൾ എന്ത് കിട്ടും 26ന്റെ സ്ക്വയർ വരും. അപ്പം എന്ത് കിട്ടും 676 എന്ന് പറയും. സോ പ്രിൻസിപ്പിളും എമൗണ്ടും ഇവരുടെ ഡിഫറൻസ് അല്ലേ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്താ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. എന്ന് പറയുന്നത് എന്താണ് 51 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, 51 എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഒരാളെ തന്നിട്ടുണ്ട് 625 എന്ന് പറയുന്നത് അതെന്താണ്, നമ്മുടെ ഇമാജിനറി വാല്യൂ ആണ്, അല്ലെങ്കിൽ നമ്മൾ പെർസെൻറ്റേജിൽ കണ്ടുപിടിക്കുന്നത് അല്ലെ, റേഷ്യോ വാല്യൂ. സോ അതിൻ്റെ റിയൽ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 10,000 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, 51 എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും, 10,000 ഇൻറ്റു എന്ത് വരും 51 ഡിവൈഡഡ് ബൈ 625 എന്ന് വരും. ഓക്കെ,
പറഞ്ഞ മനസ്സിലായോ? 1000 ഇൻറ്റു 51 ഡിവൈഡഡ് ബൈ 625. ഒന്നെങ്കിൽ 25 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 25 കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 25 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 40 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 8/5 എന്ന് കിട്ടും. സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 816 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഈ കണ്ടുപിടിച്ചിരിക്കുന്നത് മെത്തേഡ് 2 ആണ് അല്ലേ? രണ്ട് മെത്തേഡ്സ് പഠിച്ചു. ഒന്ന് ഇക്വേഷൻ യൂസ് ചെയ്തും ഒന്ന് നമ്മൾ ഈ പറയുന്ന പോലെ പെർസെൻറ്റേജ് വെച്ചിട്ടും നമ്മൾ കണ്ടുപിടിച്ചു. ഇത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോറി, വേറൊരു ക്വസ്റ്റ്യൻ അല്ല, വേറൊരു മെത്തേഡ് നോക്കാം. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് റേറ്റ് എന്താ എടുക്കുന്നത്? 4% തന്നെ അല്ലേ? ടൈം എന്ന് പറയുന്നത് 2 ഇയർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? 2 ഇയർ എന്ന് പറയുന്നത് 2 ആയിട്ടല്ലേ, 2 തവണയായിട്ടാണ് കോമ്പൗണ്ട് ചെയ്യുന്നത് കേട്ടോ. ഇയർ അല്ല, ആ ഒരു ടൈം ആണ്, 2 ടൈംസ് ആയിട്ടാണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇനി എന്ത് യൂസ് ചെയ്യാം? എന്താ യൂസ് ചെയ്യുന്നത്? സക്സസീവ് പെർസെൻറ്റേജ് ഫോർമുല യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് 2 തവണയും 4% ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോമ്പൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സക്സസീവ് പെർസെൻറ്റേജ് ഫോർമുല എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. ഓക്കെ, എക്സ് വൈ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ ഇൻക്രീസ് ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലുള്ള ഇൻട്രസ്റ്റും സെക്കൻഡ് ഇയറിലുള്ള ഇൻട്രസ്റ്റും ആണ്. ഇവിടെ 2 ടൈംസ് എന്ന് പറയുന്നുണ്ട്. 2 ടൈമിലും എന്താണ്? 4% തന്നെയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്കിവിടെ 4 തന്നെ കൊടുത്താൽ മതി. സോ 4 പ്ലസ് 4 പ്ലസ് 4 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 100. 4 പ്ലസ് 4 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 4 പ്ലസ് 4 എന്ന് പറയുന്നത് 8. 8 പ്ലസ് 16 ബൈ 100. അപ്പം നമുക്ക് എന്ത് കിട്ടും? 8.16 എന്ന് കിട്ടും. ഓക്കെ, 8.16 എന്ന് കിട്ടിയല്ലോ. ഇനി എന്താ? 8.16% ഓഫ് എന്താ വരണ്ടേ? 10,000 അല്ലേ? 8.16 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ കിട്ടിയിരിക്കുന്നതിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ? അപ്പൊ നോക്കാം, 8.16% ഓഫ് 10,000 എന്ന് പറഞ്ഞാൽ എന്താണ്? 8.16 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 10,000. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 816 എന്ന് തന്നെ കിട്ടി. ഈ 3 കേസിലും നമുക്ക് എന്താണ്? 816 തന്നെയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത് അല്ലേ? ഇത് ഓക്കെ അല്ലേ? ഇതെന്താണ്? മെത്തേഡ് 3 ആണ്. ഓക്കെ അല്ലേ? മൂന്നാമതൊരു മെത്തേഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേറെ ഒരെണ്ണം കൂടി കണ്ടുപിടിക്കാം അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? പാസ്കൽസ് ട്രയാങ്കിൾ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്കൽസ് ട്രയാങ്കിൾ എന്താ നോക്കിക്കേ. പാസ്കലിന്റെ ട്രയാങ്കിൾ എങ്ങനെയാ വരുന്നത്? അതായത് നമ്മൾ 1 ഇയറിലേക്കാണെങ്കിൽ 1 ആണ് എടുക്കുക. ഓക്കെ, പാസ്കൽസ് ട്രയാങ്കിൾ കാണാതെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ പാസ്കൽസ് ട്രയാങ്കിൾ എങ്ങനെ നമുക്ക് ഫോം ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കേ, ട്രയാങ്കിളിന്റെ ഷേപ്പ് എങ്ങനെയാ? ഈ രീതിയിലല്ലേ വരുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ ഫോം ചെയ്യും. എങ്ങനെയാണ്? 1 1 നമ്മൾ ഈ എൻഡിലിട്ടു, എന്നിട്ട് എന്ത് ചെയ്യുക? ഇവർ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. സോ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നമ്മൾ ഈ വാല്യൂസ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് ഇയർ ആകുമ്പോഴോ വീണ്ടും ഈ 1നെയും നമ്മൾ ഇങ്ങോട്ട് എഴുതി. അപ്പോൾ എന്ത് വരും? 1 + 2 എന്ത് വരും? 3. 2 + 1 എന്ത് വരും? 3. ഓക്കെ, അപ്പൊ തേർഡ് ഇയർ ആകുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി ഫോർത്ത് ഇയർ ആകുമ്പോഴോ വീണ്ടും 1 നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി 1 + 3 എന്ത് വരും? 4. 3 + 3 എന്ത് വരും? 6. 3 + 1 എന്ത് വരും? 4. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാകുമ്പോൾ 4 ഇയർ അങ്ങനെയായിരിക്കും നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ പോകുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, 1 ഇയർ ആകുമ്പോൾ ഈ ഇക്വേഷൻ എടുക്കുക, 2 ഇയർ ആകുമ്പോൾ ഈ ഇക്വേഷൻ എടുക്കുക, തേർഡ് ഇയർ ആകുമ്പോൾ ഈ ഇക്വേഷൻ ആയിരിക്കും എടുക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ 2 രീതിയിൽ, അതായത് 2 ഇയറിന്റെ രീതിയിലാണ് അല്ലെ, 2 ടൈംസ് ആണ് കോമ്പൗണ്ടഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 1-to-1 ഫോർമുല യൂസ് ചെയ്യാം. പറയാൻ മനസ്സിലായോ? ഓക്കെ, 1-to-1 ഫോർമുല നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയേ, 1-to-1 യൂസ് ചെയ്യുകയാണെങ്കിൽ 1-to-1. അപ്പോൾ ഈ 1ന്റെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സം എഴുതി വെക്കുക, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എടുക്കണം. ഓക്കെ, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 10,000 ആണ് വരുന്നത്. ഓക്കെ, ഇനി ഈ 10,000ന്റെ 8% ആണോ എടുക്കണ്ടേ? അല്ല, 4%. അത് നമുക്കൊരു വ്യത്യാസമില്ല കേട്ടോ. 4% തന്നെയാണ്. 2 ടൈംസ് ആയതുകൊണ്ടാണ് നമ്മൾ 2 ഇയറിന്റെ 1-to-1 എടുത്തിരിക്കുന്നത്. അപ്പൊ 10,000ന്റെ 4% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 400 എന്ന് വരും അല്ലേ? ഇനി 400ന്റെ 4% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16. ഓക്കെ അല്ലേ?
അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ വേണ്ടത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. പറഞ്ഞാൽ മനസ്സിലായോ? പാസ്കൽസ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ 1 ഇയർ 2 ഇയർ 3 ഇയർ റൗണ്ട് ചെയ്തിട്ടുള്ള ഇയേഴ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വേണ്ടേ ഇത്രയും കൂടി നമ്മൾ എടുക്കുന്നതായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് 2 × 400 എന്തുവരും? 800 പ്ലസ് എന്തുവരും? 1 × 16 എന്തുവരും? 16. അപ്പോൾ എന്ത് കിട്ടി? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 816 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് സെയിം ആൻസർ അല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എടുക്കുമ്പം ഇവരെ 3 പേരെയും കൂടി എടുക്കുക. സോറി, ഇവരെ 2 പേരെ കൂടി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. ഇനി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? 1 × 16 മാത്രം എടുത്താൽ മതി. മനസ്സിലായോ? 1 × 16 മാത്രം എടുത്താൽ സിമ്പിൾ ഇൻട്രസ്റ്റ്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ 1 × 10,000. അത് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ഇനി എമൗണ്ട് ആണെങ്കിലോ ഇത് മൊത്തത്തിൽ, അതായത് 1 × 10,000 പ്ലസ് 2 × 400 പ്ലസ് 1 × 16 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പാസ്കൽസ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട്, പ്രിൻസിപ്പിൾ, ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, പിന്നെന്താ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ നമുക്കിപ്പോൾ ആവശ്യം എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ കണ്ടുപിടിച്ചു 816 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേറൊരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം അല്ലേ? ഇത് മെത്തേഡ് 4 ആണേ. ഓക്കെ, മെത്തേഡ് 4 ആണ്. ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഈ 4 രീതി ചെയ്തതെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്ത ഒരു രീതിയാണ്. നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് നോക്കിക്കേ. 10,000 ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ അല്ലേ? പ്രിൻസിപ്പിൾ 10,000 ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4% ആയി. കാരണം എന്താണെന്ന് മനസ്സിലാക്കുക, ഹാഫ് ഇയർലി ആയതുകൊണ്ടാണ് 4% ആയിട്ടുള്ളത്. ടൈം 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, 10,000ന്റെ 4% എന്ന് പറഞ്ഞാൽ എന്താ? 4% ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 4/100 1/25 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ എന്ത് വരും? 1/25 ആയിരിക്കുമല്ലോ അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ 10,000ന്റെ 1/25 എന്ന് പറയുമ്പോൾ 400. ഓക്കെ, ഇത് ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയർ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 10,000ന്റെ 1/25 വരും. അതെന്താ? 400 പ്ലസ് ഇൻട്രസ്റ്റിന്റെയും ഇൻട്രസ്റ്റ് വേണം അല്ലേ? അപ്പോൾ ഈ 400ന്റെ 1/25 കൂടെ വരും. അപ്പോൾ 400ന്റെ 1/25 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുന്നത്? 16 എന്ന് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നോക്കിക്കേ, ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് കിട്ടുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 400 പ്ലസ് 400 പ്ലസ് 16. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 816 എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എന്ത് ചെയ്തു? 5 രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഏത് മെത്തേഡ് വേണേലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാം ഈ എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പറയുന്ന ഈ 5 മെത്തേഡ്സും നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഏതെങ്കിലും, അതായത് ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇന്ന മെത്തേഡ് അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് ഇപ്പം 2.5 തരുവാണെങ്കിൽ നമുക്ക് പാസ്കൽസ് ട്രയാങ്കിൾ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായോ? 2.5 ഒക്കെയാണ് തരുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 1 2 3 4 5 6 അങ്ങനെയുള്ള ഇയേഴ്സ് നമുക്ക് റൗണ്ട് ചെയ്തിട്ടുള്ള ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പാസ്കൽസ് ട്രയാങ്കിൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി 1.5 അല്ലെങ്കിൽ 2.5 3.5 ഒക്കെയാണ് തരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഇയർ കണ്ടുപിടിക്കേണ്ട. അതിൻ്റെ ഇത്ര പോർഷൻ 1/2 ഇയേഴ്സ് എന്നാ പറയുന്നെങ്കിൽ 1/2 ഇയേഴ്സിൻ്റെ മാത്രം നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ തന്നിരിക്കുന്നത് എന്താണ്? ഓരോ ക്വസ്റ്റ്യൻസിനും നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 5 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ചെയ്തിരിക്കുന്ന മെത്തേഡ്, അതായത് 5 മെത്തേഡാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.